അപ്പം ഈ ആളുകൾ നിങ്ങൾ സത്യഭാമയുടെ കാര്യമോ അല്ലെങ്കിൽ രമേശ് നാരായണൻ്റെ കാര്യമായിട്ട് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും സത്യഭാമമാരും രമേശന്മാരുമാണ്, ആരും അല്ലാതല്ല. മമ്മൂട്ടി കെട്ടിപ്പിടിച്ചു, അയ്യോ. സുരേഷ് ഗോപി നടന്നു വന്ന് എല്ലാവരുടെ ഒപ്പം ഇരുന്നു, അയ്യോ. ഇങ്ങനത്തെ അയ്യോകൾ കേട്ട് നമ്മളങ്ങ് മരിക്കത്തില്ല. സ്ത്രീകൾ വീടിൻ്റെ മുൻവശത്തേക്ക് വരരുതെന്ന് പറയുന്നവരല്ലേ, നീ അങ്ങ് അകത്ത് കയറിപ്പോന്ന് പറയുന്നവരല്ലേ. ആൺകുട്ടികൾക്ക് എന്തും ആകാം, പെൺകുട്ടികൾ അങ്ങനെ പെരുമാറരുതെന്ന് പഠിപ്പിക്കുന്നവരല്ലേ. പെൺകുട്ടികൾ രാത്രി ആയാൽ റോഡിൽ ഇറങ്ങരുതെന്ന് പഠിപ്പിക്കുന്നവരല്ലേ. കലാമണ്ഡലം സത്യഭാമയുടെ വിവേചനപൂർണമായ ഒരു പെരുമാറ്റം ഉണ്ടാകേണ്ടായി ഇതിനു മുന്നേ. ഇപ്പോൾ രമേശ് നാരായണൻ വളരെ ധിക്കാരപൂർണമായിട്ടും വിവേചനത്തോടുകൂടി ആസിഫിനോട് പെരുമാറുകയുണ്ടായി. പൊതുവെ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യലായി വിജയിച്ചു എന്ന് തോന്നുന്ന ആളുകൾ, പ്രത്യേകിച്ച് കലാകാരന്മാരും അല്ലാത്തവരുമായിട്ടുള്ള കൊമേഴ്ഷ്യലി വിജയിച്ചവർക്കെല്ലാം അതിന് താഴെത്തട്ടിലുള്ള ആളുകളോട് അല്ലെങ്കിൽ പല ആളുകളോടും വിവേചനപൂർണമായി പെരുമാറുന്നത് തൻ്റെ സ്വാഭാവിക പ്രവൃത്തിയാണ്, ഞാൻ അത്തരം പ്രവൃത്തികളിലൂടെ കടന്നു പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ മനുഷ്യനോട് വളരെ വിവേചനപൂർണമായി പെരുമാറുന്നത് കാണാം. അവരുടെ ആദ്യകാലങ്ങളിൽ ഉണ്ടാകാതിരുന്ന ധിക്കാര സ്വഭാവങ്ങൾ പിന്നീട് അവരിലേക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോഴോ അല്ലെങ്കിൽ അവർ വിജയിച്ചു വരുമ്പോഴോ കടന്നു വരുന്നത് കാണാം. ഇത്തരം പ്രവൃത്തികൾ ശരിയാണോ? സ്വയം തിരിച്ചറിഞ്ഞ് എങ്ങനെ തിരുത്താം? ഇത് നമ്മളിപ്പോൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, വ്യക്തിഗതമായ പ്രശ്നം മാത്രമായിട്ട് ഇതിനെ കാണരുത്. ചില ആൾക്കാർക്ക് മാത്രം ഉണ്ടാകുന്നതായിട്ടൊന്നും മനസ്സിലാക്കരുത്. രണ്ട് അളവുകോലുകളാണ് ഉപയോഗിക്കുന്നത്. വളരെ ശ്രേണീബദ്ധമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ തട്ടായ സമൂഹത്തിൻ്റെ മൂല്യബോധത്തിലാണ് നമ്മളെല്ലാം വളർത്തപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് പോലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോഴോ അവിടെ ഇരിക്കുന്നത് പല തട്ടിലുള്ള ശ്രേണീബദ്ധമായിട്ടുള്ള സംവിധാനമുള്ള സ്ഥാപനങ്ങളാണതെല്ലാം. അതിനെയാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ആർക്കാണ് അധികാരത്തിൽ ഉയർന്ന പദവി, ആ ജീവിതത്തിൽ ഉയരുക എന്ന് പറഞ്ഞാൽ ഈ മൂല്യബോധമാണ്. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ പടികൾ കയറുക എന്ന് തന്നെയാണ് അർത്ഥം. പണ്ട് തകഴിയുടെ കഥ ഏണിപ്പടി, മറ്റുള്ളവരുടെ തോളെ ചവിട്ടി കയറിപ്പോയ ആൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്ന മൂല്യബോധം ശരിയാണെന്ന് തന്നെയാണ് എല്ലാ സ്കൂളിലും കോളേജിലും എല്ലാം പഠിപ്പിക്കുന്നത്, വീടുകളിലെല്ലാം പഠിപ്പിക്കുന്നതാണ്. ഇത് ഈ ഏണിപ്പടിയെ തന്നെയാണ് തട്ടായ സമൂഹത്തിൻ്റെ മൂല്യം. അത് നിങ്ങൾ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് എന്ന് തന്നെയാണല്ലോ ക്ലാസ് എല്ലാം ഉള്ളത്. 1-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രാധാന്യത്തോടെ കാണാറുണ്ടോ? പ്രാധാന്യത്തോടെ കാണാറില്ല. നമ്മൾ 1-ാം ക്ലാസ് എന്ത് കാര്യമാണ് എന്ന് നമ്മൾ ചോദിക്കുന്നൊരു സ്ഥലമുണ്ട്. 10-ാം ക്ലാസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് ഈ പ്രാധാന്യം? ഇന്നൊരു പ്രാധാന്യം സത്യത്തിലില്ല. പക്ഷെ അപ്പോഴും 10-ാം ക്ലാസ് എന്ന് പറഞ്ഞ് വലിയ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ വഴിത്തിരിവായിട്ട് കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ MBBS പാസ്സായാൽ ആരുമല്ല. MBBSന് അഡ്മിഷൻ കിട്ടുന്നതൊക്കെ ഭയങ്കര സംഭവമായിട്ടായിരുന്നു ഒരു സമയത്ത് പറയുന്നത്. പക്ഷേ MBBS പാസ്സായ ആളിനെ ഒന്നും തോന്നത്തില്ല. അയാൾക്ക് MD വേണം. കുത്തിയിരുന്ന് വേണ്ടി MD എടുക്കാതെ അയാൾ ഡോക്ടർ ആകുന്നേ ഇല്ല. ഇങ്ങനെ പടിപടിയായ സമൂഹത്തിൻ്റെ മൂല്യബോധമുള്ള ലോകത്താണ് നമ്മളെല്ലാവരും വളർന്നിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ആരാ ഉള്ളത്? അപ്പോൾ ആ മൂല്യബോധം നമ്മൾ പേറി തന്നെയാണ് കഴിയുന്നത്. ഇത് തന്നെയാണ് ജാതി സമ്പ്രദായം എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്നത് വ്യത്യസ്ത ഗോത്രങ്ങളാണെന്ന് ഞാൻ ഉത്തരം പറയുന്നത് വഴി അത് തീരത്തില്ല. ജാതി സാമൂഹികമായ ഘടനയിൽ നിങ്ങൾ ഉയർന്നതാണോ താഴ്ന്നതാണോ കാണുന്നുണ്ടല്ലോ.
അപ്പം ഒരു ജാതിയിൽ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താഴെയും മുകളിലുമായി കഴിഞ്ഞു. അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഘടനാപരമായി തന്നെ നിങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ പണമുള്ള വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ സൗകര്യങ്ങൾ കിട്ടുന്നത് കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവുള്ളതുകൊണ്ടാണ്, ബുദ്ധി കൂടുതലുള്ളതുകൊണ്ടാണ്. അല്ല, സാമൂഹിക ശ്രേണിയിൽ നിങ്ങൾ ഉയർന്ന സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ ഉയർന്നതും താഴ്ന്നതുമായ സാമൂഹിക ശ്രേണി ഉണ്ടായിരുന്ന സമൂഹങ്ങളിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അതിനകത്ത് ആണും പെണ്ണും തമ്മിലുള്ള കാര്യത്തിനകത്ത് ആണായാൽ ഉയർന്ന തസ്തികയിലാണല്ലോ ജനിക്കുന്നത്, പെണ്ണായാൽ താഴ്ന്ന തസ്തികയിലാണല്ലോ ജനിച്ചത്. ഇനി ആണും പെണ്ണുമേ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ആണും പെണ്ണും അല്ലാത്ത മനുഷ്യര് അവർക്ക് ഒരു തസ്തികയും ഇല്ലാതായി പോയിട്ടില്ല. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിനകത്ത് അത്ഭുതകരമായ ഒന്നുമില്ല. ഇതിൽ നിന്ന് ഭിന്നമായിട്ടാണ് നമ്മൾ ഈ ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഉയരുന്നത് ജനാധിപത്യ സംസ്കാരം എന്തുകൊണ്ട് മറ്റുള്ളവർ വേറുന്നില്ല എന്നുള്ളതാണ് ഈ ചോദ്യം. അതിനാർക്കറിയാതെ? വ്യക്തി ജീവിതത്തിൽ ഇയാളുടെ ജീവിതം തന്നെ എടുത്താൽ ഇയാൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം താൻ പുരുഷനായാലും ഒരു നാട്ടിനകത്ത് ധനമുള്ളതും എനിക്ക് പല അറിവുമുണ്ട് കഴിവുണ്ടെന്ന് വിചാരിക്കുന്ന ആളായിട്ട് തന്നെ ഇരിക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ എങ്ങനെ അതിരിക്കും? പക്ഷെ അത് മറികടക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ആ ആവശ്യകത ബോധ്യം ഉണ്ടായ ഇയാൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ ചോദ്യം. എല്ലാ ദിവസവും ഇപ്പം ഞാൻ സാമൂഹികമായി ഒരു 40 വർഷം പൊതുപ്രവർത്തനം ചെയ്ത ആളാണ്. ഒരു അധികാര പടവിൽ ഞാൻ ഇരിക്കുന്നില്ല. എനിക്ക് ആരുടെയെങ്കിലും മേളിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, നീ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം. പക്ഷെ അപ്പോഴും സാമൂഹികമായ ആധിപത്യമുള്ള ആളാണ്. അറിയപ്പെടുക എന്ന് പറയുന്ന ആധിപത്യം എനിക്കുണ്ട്. എല്ലാ പണക്കാരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് ധനം ഉണ്ടായാലും ആധിപത്യം ആ ധനം ഉള്ളിടത്ത് മാത്രമേ അവർക്ക് കാണിക്കാൻ പറ്റൂ. അത് കാരണം കൊണ്ട് ദാനധർമാദികൾ നടത്തി യശസ് ഉയർത്തി ആധിപത്യം കൂട്ടാനാണ് എല്ലാ പണക്കാരും ചെയ്യാറുണ്ട്. അറിയപ്പെടുക എന്ന് പറയുന്നത്. അപ്പം പദവികൾ ആർജിച്ചിട്ട് ഇന്ന് പണ്ട് കാലത്ത് ആളുകളെ പദവികൾ ആർജിക്കുകയും പദവികൾ വാങ്ങിയെടുക്കുകയും പദവികൾ നൽകിയും ആളുകളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയായിരുന്നു പണ്ടത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ രാജഭരണങ്ങൾ നിലനിർത്തിയിരുന്നത്. അങ്ങനെ ഉയർന്നതും താഴ്ന്നതുമായ സാമൂഹിക ഘടനയുടെ ഉൽപ്പന്നങ്ങളായ നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാ വീട്ടിലും നീ ഉന്നത വിജയം കൈവരിക്കണം എന്നാണ്, 1ാം റാങ്ക് 1ാമത്തെ സ്ഥാനം ഉണ്ടോ എന്ന് തന്നെയാണ് ചോദിക്കുന്നേ. ഇത് നമ്മുടെ തലയിൽ മറ്റുള്ളവരുടെ പരാജയപ്പെടുത്തി എങ്ങനെയും പരാജയപ്പെടുത്തി ജീവിതത്തിൽ വിജയിക്കണമെന്ന് തന്നെയാണ് മത്സര പരീക്ഷയുടെ ഉദ്ദേശം. അല്ല, എന്ത് മത്സര പരീക്ഷയാണിത്? എന്തുകൊണ്ടാണ് അറിവ് ധനമാണെന്നും അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നതാണ് വലുതെന്നും ഒക്കെ പഠിക്കുന്ന നമ്മൾ അറിവ് മറ്റുള്ളവരുമായിട്ട് പരീക്ഷയ്ക്ക് കാണിച്ചു കൊടുക്കുമോ? കൂടിയിരിക്കുന്ന കൂട്ടുകാരന് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന ഉത്തരം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ തെറ്റാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്? ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ തോപ്പിച്ച് ജയിക്കേണ്ട ആളാണ്. അപ്പം മറ്റേ അറിവ് പകർന്നു കൊടുക്കുന്ന മഹത്തായ പ്രവൃത്തിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? ഇതാണ് ഈ 2 തരത്തിലുള്ള മൂല്യബോധം കൊണ്ടുണ്ടാകുന്നതാണ്. ഇയാളുടെ ചോദ്യം എന്ന് പറയുന്നത് ജനാധിപത്യ സംസ്കാരത്തിന് ചേരാത്ത തരത്തിൽ ഈ ആളുകളെല്ലാം എന്താ പെരുമാറുന്നതെന്നാണ് ചോദ്യം. ജനാധിപത്യം നമുക്കറിയില്ല. നമുക്കറിയില്ല എന്നുള്ളത് മാത്രമല്ല, അത് ആരും പ്രാക്ടീസ് ചെയ്ത് ഇന്നതാണെന്ന് കണ്ടെത്തി തീർന്ന സാധനവുമല്ല. നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ തുല്യരാണ് എന്ന് നമ്മൾ എഴുതി വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ആ തുല്യരായ ആളുകളാകാൻ വലിയൊരു പ്രോസസ്സ് കടന്നു പോയേ പറ്റും. ആ പ്രോസസ്സ് ഒന്നും നമ്മുടെ നാട്ടിലെങ്ങും ആരംഭിച്ചിട്ടേ ഇല്ല. ക്ലാസ് റൂമിനകത്ത് തുല്യതയില്ല. ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചിലും ഇരുത്തി ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത്.
ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കുന്ന ആൾക്കാരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതാണ് അധ്യാപകർ ചെയ്യാറുള്ളത്. ഞാനിത് പലതവണ ഇതൊക്കെ പറയാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. ഇതുവരെ ക്ലാസ് റൂമിനകത്ത് ഒരു സെമി സർക്കിൾ, ഒരു റായയുടെ രൂപത്തിൽ ആ ബെഞ്ചുകൾ പിടിച്ചിടാം എന്ന് ആലോചിച്ചിട്ട് പോലുമില്ല ഇതുവരെ അധ്യാപകർ. അങ്ങനെ അപ്പോൾ ഫ്രണ്ടും ബാക്കും ഉണ്ടാകത്തില്ല. അധ്യാപകർ ഈ കുട്ടികളുടെ നടുവിലേക്ക് ഇറങ്ങി നിന്ന് ചുറ്റുപാടുമുള്ള ആൾക്കാരോട് മുൻവശത്തും സൈഡിലും ഇരിക്കുന്നവരെല്ലാം ഒരുപോലെ മിണ്ടാൻ പറ്റും. സ്കൂൾ ആരംഭിച്ച കാലം തൊട്ട് ഫ്രണ്ടും ബാക്ക് ആരോ ആദ്യകാലത്ത് പിടിച്ചിട്ടതുപോലെ കിടക്കുന്നത്. ആ ഫ്രണ്ടും ബാക്കുമായിരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്നവർ കൊള്ളാവുന്നവരും പുറകിലിരിക്കുന്നവരും മോശമാണെന്ന് പണ്ടേ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സാമൂഹികമായി ധനമുള്ളവരോ അറിയപ്പെടുന്നതായ കുടുംബത്തിലുള്ള കുട്ടികൾ ഫ്രണ്ടിലിരിക്കുകയും അല്ലാത്തവർ പുറകിലിരിക്കണമെന്ന് അറിയുന്നതുകൊണ്ടാണ് ഫ്രണ്ടും ബാക്കും ഉണ്ടായിപ്പോയത്. അപ്പോൾ ബാക്കിലുള്ളവരെ നോക്കരുതെന്നുള്ള കാര്യം അറിയുന്ന അധ്യാപകർ തന്നെയാണ്. അവർ ഓരോ ആളിനെയും പ്രധാനമാണെന്ന് നമ്മൾ കാണുന്ന മൂല്യബോധം വന്നിട്ട് ലോകത്ത് വന്നിട്ടേ ഉള്ളൂ. അതിന് ഒരു പ്രാക്ടീസും നമ്മൾ ആരംഭിച്ചിട്ടില്ല. ക്ലാസ് റൂമിലില്ല, പഠിക്കുന്ന സ്ഥലത്തില്ല, വീട്ടിലുണ്ടോ? സ്ത്രീകളുടെ ഒരുപോലെ വിവേചനത്തോടെ പെരുമാറുന്ന വീടുകളല്ലേ അല്ല? അടുക്കള പുറവശത്തുണ്ടാക്കുന്നവരല്ലേ? സ്ത്രീകൾ വീടിൻ്റെ മുൻവശത്തേക്ക് വരരുതെന്ന് പറയുന്നവരല്ലേ? നീ അങ്ങ് അകത്ത് കയറിപ്പോവെന്ന് പറയുന്നവരല്ലേ? ആൺകുട്ടികൾക്ക് എന്തും ആകാം, പെൺകുട്ടികൾ അങ്ങനെ പെരുമാറരുതെന്ന് പഠിപ്പിക്കുന്നവരല്ലേ? പെൺകുട്ടികൾ രാത്രി ആയാൽ റോഡിൽ ഇറങ്ങരുതെന്ന് പഠിപ്പിക്കുന്നവരല്ലേ? നമ്മുടെ ഇന്ത്യയിലെ പൗരനാണ് ഞാൻ എന്ന് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും തുല്യരായ ആൾക്കാരായിട്ട് അവരോട് പെരുമാറിയിട്ടില്ല. സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ വിവേചനപൂർവ്വം വയ്ക്കുന്ന സ്കൂളല്ലേ ഉള്ളത്. ആൺകുട്ടികൾക്ക് ശിക്ഷിക്കാൻ വേണ്ടി പെൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തി ആക്ഷേപിക്കത്തില്ലേ? അപ്പോൾ പെൺകുട്ടികൾ മോശമാണെന്നുള്ള കാര്യം അധ്യാപകർക്ക് മുഴുവൻ അറിഞ്ഞൂടെ? സ്ത്രീയായ അധ്യാപകർ പോലും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. കാരണം അവർക്കത് അറിയില്ല. അവർ വിവേചനപരമായി പെരുമാറുകയാണെന്ന് പോലും അറിയാത്ത അത്രയും വിവേചനമുള്ള സമൂഹത്തിലാണ് നമ്മളെല്ലാം ജനിക്കുന്നത്. നമ്മൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ മുഴുവൻ ബംഗാളികളെന്ന് വിളിക്കത്തില്ലേ? അവർ ജാർഖണ്ഡിൽ നിന്ന് വന്നവരായിരിക്കും, ഒറീസയിൽ നിന്ന് വന്നവരായിരിക്കാം, ബീഹാറിൽ നിന്ന് വന്നവരായിരിക്കാം, യുപിയിൽ നിന്ന് വന്നവരായിരിക്കും, ബംഗാളിൽ നിന്ന് വന്നവരായിരിക്കും, ആസാമിൽ നിന്ന് വന്നത്. പക്ഷെ എല്ലാവരെയും നമ്മൾ ബംഗാളികളെന്ന് എന്താ വിളിക്കുന്നത്? ബംഗാളി രണ്ടാം തരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ അവർക്ക് പരസ്പരം ഒരു ബന്ധവുമില്ലാത്തവരാണ്. അവരെ കാടടച്ച് ഒറ്റ വിളിയാണ് ബംഗാളി എന്ന്. അപ്പം വടക്കേ ഇന്ത്യയിലുള്ളവർ തെക്കേ ഇന്ത്യയുള്ളവരെ വിളിക്കുന്നത് എന്താ? മദ്രാസി. ഇങ്ങനെ വിവേചനപരമായി പെരുമാറുന്നവരാണ് നമ്മളെല്ലാവരും. അല്ലാതെ ചില ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമൊന്നുമല്ല. സ്ഥിരം നമ്മളെല്ലാവരും എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം പുതിയ മൂല്യബോധം എന്ന് പറയുന്നത് തുല്യതയും സമത്വവുമാണ്. കൂട്ടായ്മയുടെ അകത്തെ ഒരു കണ്ണിയായി സ്വയം അറിയുക എന്ന് പറയുന്നതാണ് അതിനകത്ത്. ഇത് പഠിച്ചാലേ പറ്റുള്ളൂ. അത് പഠിക്കുന്ന ഒരിടം വീടോ സ്കൂളിലോ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഉണ്ടായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് ഇത് പഠിക്കപ്പെടേണ്ടത്. അങ്ങനെയാണ് ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് സഖാവ് എന്നുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരും സഖത്വമുള്ളവരാണ്, തുല്യരാണ്, സഹോദരന്മാരാണ്, സഖത്വമുള്ളവരാണെന്ന്. പക്ഷേ ഇപ്പം നമ്മൾ സഖാവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്ന അർത്ഥം, അല്ലാതെ സഖത്വമുള്ള ആളുകൾ എന്നുള്ള അർത്ഥമില്ല. എന്തിനാണ് സഖാവല്യോള്? സഖി എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്? അത് വിളിച്ച പെണ്ണുങ്ങളായി പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ പോലെ ആയി പോയിക്കൂടാ. അല്ലെങ്കിൽ സഖാവും സഖിയുമാണല്ലോ ഉണ്ടായിരുന്നത്. സഖത്വം അതിനി ആണും പെണ്ണും വേണ്ട, ന്യൂട്രലായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് അത് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാവരെയും, അപ്പോൾ ആണും പെണ്ണും അല്ലാത്തവരെയും സഖാവെന്ന് വിളിക്കണമല്ലോ? വിളിക്കത്തില്ല. നമുക്ക് കോളങ്ങളൊക്കെ, ഞാനൊക്കെ റേഷൻ കാർഡിനകത്ത് സമരം ചെയ്താണ് അതർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാക്കിയത്. മൂന്നാമതൊരു ആളുണ്ട്,
മൂന്നാമതുള്ളത് മാത്രമല്ല, മൂന്നിൽ ധാരാളം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് LGBTQ എന്ന് പറഞ്ഞ് പ്ലസ് ഇടേണ്ടി വരുന്നത്. വ്യത്യസ്തമായ ഓറിയൻറ്റേഷൻ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ന്യൂനപക്ഷത്തിനകത്ത് വ്യത്യാസങ്ങളുണ്ടെന്നും അതൊക്കെ അവസാനത്ത് ഓരോ ആളും പ്രധാനമാണെന്ന് കാണുന്ന ലോകവീക്ഷണത്തോടെ ഈ വിഷയങ്ങളെ മനസ്സിലാക്കി ജീവിക്കാൻ ആരംഭിക്കുകയും ആളുകളെ തരംതിരിക്കാതെയും വിവേചനപരമായി പെരുമാറാതിരിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ കഴിയൂ. ഇപ്പം നമ്മുടെ മൂല്യബോധം എന്ന് പറയുന്ന മേലുകീഴ. ഇയാളുടെ കാല് തല പോലെ പ്രധാനമാണെന്ന് ഇയാൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. തല വളരെ പ്രധാനമാണെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ്. കൊള്ളാവുന്ന വസ്തുക്കളെല്ലാം നമ്മൾ ഉയർന്ന സ്ഥലത്തെ വയ്ക്കും. ചെരുപ്പൊക്കെ നമ്മൾ പുറത്തഴിച്ചിടും. കാല് മോശമാണെന്ന് അറിയുന്നവർ തന്നെ നമ്മൾ. അപ്പം മറ്റുള്ളവരുടെ കീഴ്പ്പെട്ടതാണ് ഞാൻ, നിനക്ക് ഞാൻ കീഴ്പ്പെട്ടതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാലയിൽ നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്. മറ്റേയാൾ ഉയർന്ന തലയിലിരിക്കുകയാണെന്നും ഞാൻ നിങ്ങളുടെ കാഴ്ചവെട്ടിലാണെന്നും അതൊക്കെ ഭയങ്കര മൂല്യങ്ങളാണുണ്ട്. ശ്രീരാമൻ്റെ പാദരേണുക്കളിൽ ഉമ്മ വയ്ക്കാൻ വേണ്ടിയാണ് കവിത എഴുതിക്കൊണ്ടിരുന്നത്. തുല്യരായ മനുഷ്യരായി കണ്ടിട്ടേയില്ല. സകല മതത്തിനകത്തും പഠിപ്പിക്കുന്നത് ഈ മേല് കീഴിലുള്ള മൂല്യങ്ങളാണ്. സാമൂഹികമായ തട്ടുകൾ, ജാതി സമ്പ്രദായവും മതവും ഉപയോഗിച്ച് ഈ ശ്രേണീബദ്ധമായിട്ടുള്ള സമൂഹത്തിനെയാണ് ഏണിപ്പടി, ശ്രേണി എന്നൊക്കെ പറഞ്ഞ ഭാഷ മനസ്സിലായത് ഏണിപ്പടി പോലെയാണ്. ശ്രേണി എന്നുള്ള വാക്കാണ് മലയാളികൾ പറഞ്ഞ് ഏണിയായത്. അപ്പം ഏണിപ്പടി പോലെയുള്ള തട്ടുതട്ടായ സമൂഹത്തിൻ്റെ മൂല്യബോധത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് നമ്മൾ. ഇതുകൊണ്ടാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന സാധനം എല്ലാ സമൂഹത്തിലും ഉണ്ട്. MLA ആണോ, MP ആണോ, മേയറാണോ ഉയർന്നത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പേരടിക്കുന്ന സമയത്ത് കൃതജ്ഞത പറയുന്നിടത്തൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഓരോ മീറ്റിങ്ങിനകത്ത് ആരാണ് ഒന്നാമതിരിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഒന്നാമത് ആരെ വിളിക്കണമെന്നറിയാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തട്ട് സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മളെല്ലാവരും. ഇതാരെങ്കിലും കുറച്ച് പേര് പെരുമാറുമ്പോൾ മാത്രം എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. നമ്മളോട് സമരായി പെരുമാറുന്ന, പണ്ട് നമ്മൾ സംസാരിക്കുന്നതാണ്, നീ നിൻ്റെ തരക്കാരോട് പോയി കളിക്ക് എന്നാ പറയുന്നത്. തരങ്ങളുണ്ടെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. തരാതരം കളിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. തരാതരം അനുസരിച്ച് പെരുമാറണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല സമരായ മനുഷ്യരുടെ ലോകം ഉണ്ടായിട്ടില്ല. അങ്ങനെ സമരല്ലാത്ത മനുഷ്യരാണ് എല്ലാവരും. കുട്ടികളെ നമ്മൾ നമ്മളോടൊപ്പം കൂട്ടുക, ഭയങ്കര ന്യായമല്ല നമ്മൾ പറയും. നീ പോയി നിൻ്റെ തരത്തിന് കളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ കുട്ടികളും വലിയവരും ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ അതുപോലല്ലല്ലോ ജാതി സമ്പ്രദായവും ഈ പറയുന്ന ഉദ്യോഗ കയറ്റങ്ങളും അങ്ങനെയല്ലല്ലോ. അതുണ്ടാക്കിയതാണ്. കുട്ടികളെ ആരെങ്കിലും ചെറുതാക്കിയതല്ല, ചെറിയ കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അപ്പോൾ അവരെ വളർത്തി പ്രായപൂർത്തിയായാൽ തുല്യരാകും എന്ന് പഠിപ്പിക്കുന്നതാണ് ജനാധിപത്യ സംസ്കാരം. അല്ല കുട്ടികളില്ലാതായെന്നുള്ള അർത്ഥമല്ല. കുട്ടികൾക്കും കുട്ടികളുടേതായ അവകാശങ്ങളുണ്ടെന്ന് നമ്മളിന്ന് കാണുന്നുണ്ട്. പണ്ട് അങ്ങനെ ഒരു ചർച്ചയില്ലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും എക്സ്റ്റൻഷൻ, അവരുടെ തുടർച്ച എന്നുള്ള അർത്ഥത്തിലുമല്ല, അവരുടെ വലിയ ഒരു വേലിക്കകത്തുള്ള ഒരു സാധനം മാത്രമായിരുന്നു കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് കുട്ടികളുടെ കൂടെ അപ്പോഴും അമ്മയുടെ പേര് ചേർക്കത്തില്ല, അച്ഛൻ്റെ പേര് ചേർക്കത്തുള്ളൂ. കാരണം വിവേചനം വേണം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവേചനം അതിനകത്ത് കാണിക്കണം. അതുകൊണ്ട് കുട്ടികളുടെ പേരിൻ്റെ പുറകുവശത്ത് അച്ഛൻ്റെ പേരും അത് കഴിഞ്ഞ് ജാതി പേരും വെച്ചിരുന്നതാണ് എല്ലാവരും. ഇങ്ങനെ കൃത്യമാക്കി സാമൂഹികമായ ഉന്നതിയും കീഴ്പ്പെട്ട് നിൽക്കുന്ന വശങ്ങളുള്ള സമൂഹ നിർമ്മാണത്തിനകത്തായിരുന്നു നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങനത്തെ മൂല്യങ്ങളിലാണ് ജീവിക്കുന്നത്.
അതുകൊണ്ട് ആ മൂല്യബോധം അനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരമില്ലെന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത്. ഭയങ്കര അത്ഭുതകരമായ കാര്യം പോലെയാണ് പ്രസിഡന്റ് വായിക്കകത്തൂടെ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്ഭുതകരമായ കാര്യമായിട്ട് പറയും നമ്മൾ. അദ്ദേഹം 2 കാല് കൊണ്ട് നടന്നു എന്ന് പറയും. പത്രക്കാരുടെ റിപ്പോർട്ടൊക്കെ നമ്മൾ വായിച്ചാൽ മതി. പ്രസിഡന്റ് കസേരയിൽ ഇരുന്നു, അയ്യോ. അദ്ദേഹം ചോറ് തിന്നു, അയ്യോ. ഇങ്ങനെ അത്ഭുതം കൂറി അങ്ങനെ നിൽക്കുകയാണ്. മമ്മൂട്ടി കെട്ടിപ്പിടിച്ചു, അയ്യോ. സുരേഷ് ഗോപി നടന്നു വന്ന് എല്ലാവരുടെ ഒപ്പം ഇരുന്നു, അയ്യോ. ഇങ്ങനത്തെ അയ്യോകൾ കേട്ട് നമ്മളങ്ങ് മരിക്കത്തില്ലേ? നല്ല അങ്ങനെയാണ് ഈ അഭിനയകർത്താക്കളായിട്ട് ഇലക്ഷൻ സമയത്ത് ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ പെരുമാറും. മൂക്കളെ ഒലിച്ച കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു. ഭയങ്കര മൂല്യമാണ്. ഗാന്ധിയൊക്കെ ഈ തരത്തില് ലളിത ജീവിതം നയിച്ചു എന്ന് പറയുന്നത്. എന്തുവാണ് ഈ ലളിത ജീവിതം? ബാക്കി എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗാന്ധി ചന്തയിൽ പോകുന്ന അത്ഭുതം കൂറുന്ന കാര്യമാണ്. എല്ലാവരും ചന്തയിൽ പോയി സാധനം മേടിക്കുന്നത്, ഒരു അത്ഭുതം അതിനകത്തില്ലല്ലോ. പക്ഷെ നമുക്ക് ഇത് അത്ഭുതമാണ്. അദ്ദേഹം ഇത് അർഹിക്കുന്നതല്ല എന്നുള്ളതാണ്. അദ്ദേഹമാണ്, അങ്ങേരല്ല, അവനല്ല, അദ്ദേഹമാണ്. അപ്പം ഇങ്ങനത്തെ ഈ സംബോധനകൾ മുഴുവൻ നിങ്ങൾ നോക്കിയാൽ മതി. അവൻ, അയാൾ, അങ്ങേർ, അവർ, ഇങ്ങനെയാണ് അതിനത്. അവരാകുമ്പോൾ ഒരാളല്ല, ഒരു കൂട്ടം ആളാണെന്ന്. ഞാൻ, നാം, പ്രയോഗങ്ങൾ നോക്കിയാൽ മതി. ഇത് മുഴുവൻ ഈ തട്ട് സംസ്കാരത്തിൻ്റെ, നമുക്ക് ഭാഷ മിണ്ടാനൊന്നും പറ്റത്തേ ഇല്ല. ജനാധിപത്യ സംസ്കാരത്തിന് ഭാഷ തന്നെ ഉണ്ടായിട്ടില്ല. നമുക്ക് സംസാരിക്കാൻ, ഞാൻ ഈ എന്താണ് മൂന്നാമത്തെ ഒരു ലിംഗമുണ്ട് എന്ന് കാണുമ്പോൾ അതിനെന്ത് ഒരു പേര് പറയാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്നും നമുക്കില്ല, മലയാളികൾക്കില്ല. പണ്ടുണ്ടായിരുന്നത് എന്താണ്? നപുംസകൻ, ആണും പെണ്ണും കെട്ടവനെന്നാണ്. നപുംസകം, പുരുഷനല്ലാത്തവൻ എന്നാണ് എന്നാണ് അത്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ അത് ഒരു അസ്തിത്വമാണ്, ഇതിനോടൊപ്പമുള്ളതാണ് എന്നല്ല കാണുന്നേ. ഒരു ഭാഷയും നമുക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഹീയും ഷീയും കഴിഞ്ഞാൽ പിന്നെ ഇറ്റേ ഉള്ളൂ, വസ്തുവേ ഉള്ളൂ, അല്ലാതില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ല ഇത് ആരെങ്കിലും കുറച്ച് പേര് പെരുമാറുന്ന പ്രശ്നമൊന്നുമല്ല. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ അല്ലെന്നൊന്നും തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ ആണെന്നറിയാം, പക്ഷെ അത് തെറ്റാണെന്നറിയുന്ന ആളാണ്, അത്രേ ഉള്ളൂ. പെരുമാറ്റം ഒന്നും നന്നായിട്ടൊന്നും ഇല്ലെന്ന് എനിക്കും അറിയും. ഞാൻ കയ്യും കലാശവും ഒക്കെ എടുത്ത് ശബ്ദം ഉറക്കെ ഉപയോഗിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് അത്ര മെച്ചപ്പെട്ട കാര്യമല്ലെന്ന് അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷേ ശീലം കൊണ്ടും ഇത്രയും നാൾ ഇങ്ങനെ തന്നെ ജീവിച്ചു പോയത് കാരണം കൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്നുള്ള തിരിച്ചറിവുണ്ട്. കൂടെ ഉള്ള ആൾക്കാരോട് മര്യാദയ്ക്ക് പെരുമാറുക എന്ന് പറയുന്നത് സമത്വപൂർണമായി പെരുമാറുന്നതാണ് മര്യാദ. അല്ലാതെ അനുഗ്രഹപൂർണമായി കാരുണ്യപൂർവ്വം പെരുമാറുന്നതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ മഹാന്മാർ മുഴുവൻ കരുണവാർന്ന കണ്ണുകളുമായിരിക്കുന്നതാണ്. അതല്ല നമ്മുടെ മൂല്യം. കാരുണ്യമല്ല മൂല്യം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനൊരു മഹാമോശപ്പെട്ട ആൾക്കാരാണെന്ന് മാത്രമാണ് മനസ്സിലാകുന്നത്. ഞാൻ നന്ദി വേണ്ട, പരസ്പരം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് ആ പരസ്പരം മുന്നേ വെക്കേണ്ടതുണ്ട്. പരസ്പരം ബഹുമാനമുള്ളവർ, ബഹുമാനം മേപ്പോട്ടല്ലെന്നായി പറയുന്നത്. ബഹുമാനം നമുക്ക് ആവശ്യമുണ്ട്, നന്ദി നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടും പരസ്പരമാണെന്നുള്ളതാണ് ജനാധിപത്യ മൂല്യം. ഈ പരസ്പരം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതിടത്താണ് വ്യത്യാസം. പരസ്പരം തരക്കാരുമായിട്ടുണ്ട് പണ്ടേ ചെയ്യും, അതല്ല പറയുന്നത്. നമ്മുടെ അപ്പുറത്ത് ആരായാലും ഒരേപോലെ നന്ദിയുള്ളവരും ഒരേപോലെ ബഹുമാനമുള്ളവരും എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജനാധിപത്യ സംസ്കാരം.
എല്ലാവരും തുല്യരാണെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വരുന്നില്ലേ? അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പ്രായപൂർത്തിയാകുന്നത് വരെ കുട്ടികളായി കാണുന്നത്. അവർക്ക് തീരുമാനം എടുക്കാനാണ്. അതുകൊണ്ട് അവർ സമ്മതം തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാത്തത്. ഇങ്ങനൊരു പ്രോസസ്സ് നമുക്കുണ്ട്. ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ തുല്യരായ മനുഷ്യരാകുന്നത് വരെ അവർക്ക് സംവരണം കൊടുക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സംവരണം കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണത്. ആ സ്ഥലത്ത് എല്ലാം പ്രൊവൈഡ്. കുട്ടിക്ക് ഭക്ഷണം ആദ്യം കൊടുക്കും, അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കും. ഇതെല്ലാം അവരുടെ അവകാശമായിട്ടാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് പ്രായപൂർത്തിയായി പൗരനായി മാറിക്കഴിഞ്ഞാൽ, പൗരത്വം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തുല്യത. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല. കുട്ടികളുടെ അവകാശങ്ങൾ പൗരർക്കില്ല, സംവരണമില്ല അവർക്ക്. ഇങ്ങനെ സാമൂഹികമായ വ്യത്യാസങ്ങളെ മാറ്റിയെടുത്ത് തുല്യ പൗരത്വം ഉണ്ടാകുന്നത് വരെ കൊടുക്കുന്ന ആനുകൂല്യത്തിനാണ് നമ്മൾ സംവരണം എന്ന് പറയുന്നത്. അല്ലാതെ അത് കാരണമാണ് എനിക്ക് ജോലി കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് ഭയങ്കര ചർച്ചയാണ്. ഞാൻ മാർക്കൊക്കെ മേടിച്ചു, പക്ഷെ സംവരണമില്ലാത്തതുകൊണ്ട് സംവരണക്കാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയാണ്. ഇതെന്താണ് ഈ നടക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാതാണ് ഈ സംസാരിക്കുന്നത്. മാർക്ക് മേടിച്ചവർക്ക് അഡ്മിഷൻ കിട്ടുന്ന സ്ഥലമൊന്നും അല്ല ഈ സംവരണത്തിൻ്റെ യുക്തി. സാമൂഹികമായ ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഓല കാണുന്ന സാമൂഹികമായ തുല്യതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കൊടുക്കുന്ന സഹായമായിട്ട് അവിടെയും കാണണം. കുട്ടികളുമായി യാത്ര ചെയ്യുക, ഗർഭിണിയായിരിക്കുമ്പോൾ ഒരുപോലെ പെരുമാറാൻ കഴിയാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സംവരണം വയ്ക്കുന്നത്. കുട്ടികളുമായി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പാടാണെന്ന് അറിയുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് സംവരണം വെച്ചത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വയ്ക്കുന്നത്. അല്ല, പെണ്ണായതുകൊണ്ട് കൊടുക്കുന്നത് നല്ലത്. പ്രായമായവർക്ക് നടക്കാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ടാണ് വൃദ്ധർ എന്ന് വെക്കുന്നത്. കാലില്ലാത്തവരുടെ പ്രായമല്ല നോക്കുന്നത്, കാലില്ല എന്നുള്ളത് കൊണ്ടാണ് അംഗപരിമിതർ എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ അവിടെ എഴുതി വയ്ക്കുന്നത്. കണ്ണ് കാണാൻ കഴിയാത്തവരായിരിക്കുന്ന ആളുകൾക്ക് സംവരണം കൊടുക്കുന്നത് കൊണ്ടാണ്. ഇതുപോലാണ് സാമൂഹികമായ ഉച്ചനീചത്വത്തിൽപ്പെട്ട് പണ്ടേ തൊട്ട് തന്നെ വിവേചനത്തിനകത്ത് വളർന്നവർക്ക് കുറവുകളുണ്ടായി എന്ന് തിരിച്ചറിയുന്നത് കാരണം കൊണ്ടാണ് സംവരണം വരുന്നത്. അത് കുട്ടികളോട് എങ്ങനെയാണോ പെരുമാറുന്ന അതേ യുക്തി കൊണ്ടാണ്. ഈ നിലവാരത്തിൽ നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള മൂല്യബോധങ്ങളിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവർ പെരുമാറുമ്പം മാത്രം നമ്മൾ കാണുകയും നമ്മൾ പെരുമാറുമ്പം കാണാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമ്മൾ ഈ വീടുകളിനകത്ത്, സ്കൂളുകളിനകത്ത് രാഷ്ട്രീയ പാർട്ടിയാണ് സത്യത്തിൽ നമുക്ക് സഖത്വം ഉണ്ടാക്കി തരേണ്ടത്. പക്ഷെ അതിനകത്തും ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റി, അത് കഴിഞ്ഞ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഘടനകൾ, അല്ലെന്നുണ്ടെങ്കിൽ താഴത്തെ കമ്മിറ്റി തൊട്ട് മേൽ കമ്മിറ്റി വരെ പോയി ഹൈക്കമാൻഡ് വരെ പോകുന്ന കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ തന്നെയാണ് ഈ നാട്ടിലുള്ളത്. മേല് കീഴ് മൂല്യബോധമുള്ള രാഷ്ട്രീയ പാർട്ടികളേ ഉള്ളു. അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവനുള്ളത്. നമ്മൾ എവിടുന്ന് പഠിക്കും? ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വീടില്ല, സ്കൂളില്ല, നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്തില്ല, മറ്റ് സ്ഥലങ്ങളിലില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല. പിന്നെ എവിടെ നിന്ന് പഠിക്കും? ഏത് ഓഫീസുകളാണ് അങ്ങനെ അല്ലാത്തത്? ഇതെല്ലാം ജനാധിപത്യ സംസ്കാരത്തിന് വേണ്ടി അഴിച്ചു പണിയേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, വൃത്തത്തിലിരിക്കുന്ന ക്ലാസ് റൂമിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥരായി മാറുന്നതുണ്ട്. തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യണം. എല്ലാ ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യണം. അത് മേല് കീഴല്ല. ജോലിയിൽ എല്ലാവരും ഒരുപോലെ പ്രാധാന്യമുള്ളവരാണ്. കാലില്ലാത്തപ്പോഴേ നമുക്ക് നടക്കാൻ വേണ്ടി എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും ശരി, മൊബിലിറ്റി ഇല്ലാതായി പോവും. പ്രധാനപ്പെട്ടതാണ് കാല്.
അല്ലാതെ അത് അപ്രധാനപ്പെട്ടതല്ല, പ്രധാനമോ അപ്രധാനമോ എന്നല്ല, ഒരു സന്ദർഭത്തിൽ പ്രധാനമായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ജനാധിപത്യത്തിലുള്ളത്. കാറിനകത്ത് ഡ്രൈവർ ആയിരിക്കുന്ന ആൾ ഓടിക്കാൻ അറിയുന്നത് കൊണ്ടാണ് അവിടെ ഡ്രൈവർ ആയിരിക്കുന്നത്. പക്ഷെ ആ കാറിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ ആവശ്യപ്രകാരം ഓടിക്കുന്ന ഒരാളാണ്, അല്ലാതെ കാറ് ഡ്രൈവർ ഏറ്റവും വലിയ ആളായതുകൊണ്ടല്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും ആവശ്യമില്ലെന്നറിയണം. പുതിയ സംവിധാനം എന്ന് പറയുന്നത് ഈ ആളുകളുടെ പ്രതിനിധി എന്നാണ്, നമ്മൾ അയച്ച ആളാണത്, അല്ലാതെ അയാൾ ഭയങ്കര ആളായതുകൊണ്ടല്ല. അയാൾ നേതാവും അയാളുടെ വിഷൻ അനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്ന ആളൊന്നും അല്ല, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾ മാത്രമാണ്. ഇതാണ് ജനാധിപത്യ സംസ്കാരം എന്ന്. പക്ഷെ നമ്മൾ പോയിരിക്കുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലാണെങ്കിൽ, വലിയ കസേരയിലാണെങ്കിൽ, വലിയ മേശയിലാണ് ഇരിക്കുന്നത്, വലിയ മുറിയിലിരിക്കുമ്പം ആളുകളെ ചെറുതാക്കാൻ വേണ്ടിയാണ് കൊട്ടാരം ഉണ്ടാക്കിയിരുന്നത് നമ്മൾ മറന്നുപോയി. ഇതുകൊണ്ട് ഇതെല്ലാം അഴിച്ചു പണിയേണ്ടതാണ്. സകല സെക്രട്ടേറിയറ്റും മ്യൂസിയമാക്കി മാറ്റി ഇന്ന് നമ്മൾ കാണുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം അവസാനിപ്പിച്ച് അത് എഞ്ചിനീയർ ആണ് നമ്മുടെ എക്സ്പെർട്ട് നോളജിന് പകരമല്ലിത്. എക്സ്പെർട്ട് നോളജ് എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യമുള്ള ആൾ എലക്ഷൻ ഫേസ് ചെയ്യണം. അല്ല, സൂപ്രണ്ടിങ് എഞ്ചിനീയർ ആകുന്നത് അവിടെ ഇരിക്കുന്ന കയറ്റം കൊണ്ടല്ല, അയാൾ മര്യാദയ്ക്ക് മറ്റുള്ളവർ പെരുമാറുന്നതും അയാളുടെ പ്രവൃത്തി കൊണ്ട് അയാൾ മെച്ചപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് വിധേയമാകുന്ന സോഷ്യൽ ഓഡിറ്റിങ്, സോഷ്യൽ അക്കൗണ്ടിങ് ആണ് തെരഞ്ഞെടുപ്പ് എന്നറിയണം. എന്തുകൊണ്ടാണ് നമ്മൾ ഭരണാധികാരികളെ ഇന്ന് മാറ്റുന്നത്? ഭരണാധികാരികൾ ജനാധിപത്യത്തിൽ ഇല്ലെന്നറിയണം. ക്രമീകരണത്തിനും സേവനത്തിനും എന്ന് പറഞ്ഞാൽ എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞ് കടയിലേക്ക് അയച്ച അയാൾ എൻ്റെ പ്രതിനിധിയാണ്, എൻ്റെ ആവശ്യത്തിനാണ് അയാൾ അവിടെ പോയത്, അല്ലാതെ അയാൾക്ക് ഇഷ്ടമുള്ളത് അവിടെ പോയി സാധനം മേടിക്കാൻ പറ്റത്തില്ല എന്നറിയണം. ഇതാണ് ജനാധിപത്യത്തിനകത്തെ വ്യത്യാസം ഉണ്ടാക്കിയത്. മറ്റേതങ്ങനല്ല. അവിടെ ഇരുന്ന് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരുടെ ലോകത്തായിരുന്നു ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ അങ്ങനെ ഉണ്ടായതാണ്, അല്ലാതെ അതൊക്കെ ഭയങ്കര അത്യാവശ്യമുള്ളതാണെന്ന് തിരിതിരിക്കരുത്. ജനാധിപത്യ സംസ്കാരത്തിനകത്ത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ആർബിട്രേഷൻ, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി മാത്രമാണ് സുപ്രീം കോടതി. അല്ല, സുപ്രീം കോടതി സുപ്രീമൊന്നും അല്ലത്. വെരി വെരി സുപ്രീം എന്ന് പറഞ്ഞിട്ടൊരു കോടതി അതിൻ്റെ മേളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സുപ്രീം കോടതിയുടെ പണി കഴിയും. ഇതൊക്കെ ഒരു പാടുമില്ല. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇത് അഴിക്കേണ്ടതുണ്ട്. ഈ സ്ഥാപനങ്ങൾ അഴിച്ച് പണിഞ്ഞുണ്ടാക്കി ആ ജനാധിപത്യ സംസ്കാരം ക്ലാസ് റൂമിൽ ആരംഭിച്ച് വീടുകളിൽ ഇണകളെ തിരഞ്ഞെടുക്കുന്ന യുവാക്കളുണ്ടാകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും ആവശ്യമാണ് ജനാധിപത്യത്തിന്, അല്ലാതെ അമ്മയും അച്ഛനും മക്കളുടെ കല്യാണം നടത്തുന്നതല്ല ജനാധിപത്യം. നമ്മുടെ കല്യാണത്തിന് അമ്മയും അച്ഛനെ ഇൻവൈറ്റ് ചെയ്യുന്ന യുവാക്കളോ ഇണകളോ, യുവാക്കളെന്ന് പറഞ്ഞുകൂടാ, കാരണം ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. ഇണകളായിരിക്കുന്നവർ അവരുടെ വിവാഹത്തിന്, വിവാഹം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സോഷ്യൽ കോൺട്രാക്റ്റ് മാത്രം, അത് അവർക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം, ഉണ്ടാക്കാം. കോൺട്രാക്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്, രണ്ടുപേര് തമ്മിൽ കരാറുണ്ടാക്കേണ്ടതുണ്ട്. അത് ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ ലിവിങ് ടുഗദർ എന്ന് ചെയ്ത ആളല്ലേ, അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. ഇതിൻ്റെ ചവിട്ടി വന്ന് ഞാൻ പറയുന്നതിൻ്റെ ചവിട്ടി വന്ന് ഭയങ്കര ജ്ഞാനികളായ കമൻ്റ് അടിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. രണ്ടുപേര് തമ്മിലുള്ള കരാറനുസരിച്ച് അവരുണ്ടാക്കുന്ന ആ കരാറില്ലാതെയും ഉത്തരവാദിത്തത്തോടെ ജീവിച്ച ആളെന്നുള്ള നിലവാരത്തിലാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. അപ്പം ഞാൻ കുടുംബം പിരിച്ചു വിട്ടവനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് ഇനിയാളുടെ അതിൻ്റെ താഴെ വീണ്ടും എഴുതും. കുട്ടിയെ വളർത്തി തീർന്ന് രണ്ടുപേര് തമ്മിലുള്ള കരാർ അവസാനിച്ചു എന്ന് മാത്രമായി ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ പാർട്ട്ണറായാലും എൻ്റെ പങ്കാളിയായിരിക്കുന്ന ആളിനെ തള്ളിക്കളയോ ഉപേക്ഷിക്കുകയൊന്നുമല്ല. അതൊക്കെ ഈ പഴഞ്ചന്മാരുടെ ബുദ്ധിയില്ലാത്ത കഴുതകളുടെ വരികളാണ് ആ കമൻറ്റുകൾ. ആ ഏരിയകളെ പറ്റിയുള്ള അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. പക്ഷേ കുട്ടിക്കാലത്തെ പഠിപ്പിച്ചിരുന്നെങ്കിൽ
ഇതിനേക്കാളും മെച്ചപ്പെട്ട മനുഷ്യനായി നിലനിൽക്കാൻ കഴിയുമായിരുന്നു എന്ന് എൻ്റെ തിരിച്ചറിവ്. ആ കാര്യത്തിനെ പറ്റിയായി സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ നിങ്ങൾ സത്യഭാമയുടെ കാര്യമോ അല്ലെങ്കിൽ രമേശ് നാരായണൻ്റെ കാര്യമായിട്ട് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും സത്യഭാമമാരും രമേശന്മാരുമാണ്, ആരും അല്ലാതല്ല. അതങ്ങനെ അല്ലാതാകണമെന്നുണ്ടെങ്കിൽ സാമൂഹികമായ ഹെയറാർക്കിക്കലായ മൂല്യബോധമുള്ള ഒരു സമൂഹ നിർമ്മാണത്തിനകത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അവരാരും തെറ്റുകാരല്ല. അങ്ങനല്ല ജനാധിപത്യ സംസ്കാരമാണെന്നുണ്ടെങ്കിൽ പരസ്പര ബഹുമാനം, പരസ്പരം നന്ദിയുള്ളവർ, അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും. അങ്ങനെ പരസ്പരം എന്ന് പറയുന്നതും തുല്യരായ മനുഷ്യരും, അവിടെ ആരും വേറൊരാളെ എല്ലാ അറിവും പരീക്ഷ ആവശ്യമില്ലാത്ത ക്ലാസ് റൂമുകളാണ് ഉണ്ടാകുന്നത്. അല്ല, എല്ലാ അറിവും പങ്കുവയ്ക്കുന്നതാണ്. അങ്ങനത്തെ സമൂഹ നിർമ്മാണത്തിന് പണിയെടുക്കേണ്ടവരാണ് നമ്മളെന്ന് തിരിച്ചറിയേണ്ടത്. നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ജനാധിപത്യം ലോകത്തുള്ളതല്ല, ഉണ്ടാക്കേണ്ടതാണ്. സമത്വം ലോകത്തുള്ളതല്ല, ഉണ്ടാക്കേണ്ടതാണ്. സമത്വം എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങളില്ല എന്നുള്ള അർത്ഥമേ അല്ല. വ്യത്യാസങ്ങളോടിരിക്കുന്ന ആളുകളെ തുല്യമായി പരിഗണിക്കുന്നതാണ് സംസ്കാരം, ജനാധിപത്യ സംസ്കാരം. തുല്യമായി പരിഗണിക്കുകയാണ്, തുല്യത ഉണ്ടാക്കുകയല്ല. വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നതല്ല ജനാധിപത്യം. അതുകൊണ്ടാണ് നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. തിരഞ്ഞെടുക്കുമ്പോൾ 18 വയസ്സുകാരനും 80 വയസ്സുകാരനും ഒരുപോലെ ഒരു വോട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രായം കൊണ്ട്, അറിവ് കൊണ്ട്, ബുദ്ധി, സാമൂഹ്യമായ പദവി കൊണ്ട്, അധികാരം കൊണ്ടൊക്കെ എങ്ങനെയാണ് 80 വയസ്സുകാരന് തുല്യമാകുന്നത്? പൗരര് തുല്യരാണ്, അതാണ്. അതുകൊണ്ടാണ് ഒരു വോട്ട് കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് റെപ്രസെൻറ്റേഷൻ, പ്രതിനിധിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ അയാളെ ഭരിക്കാൻ വിട്ടിട്ടില്ല. അല്ലാതെ മോദിയോ പിണറായിയോ കയറി ഭരിക്കുന്ന പോലെ ഭരിക്കാനല്ല ജനാധിപത്യത്തിനകത്ത് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അവർ പോയി രാജാവിൻ്റെ കൊട്ടാരങ്ങളിൽ ഇരിക്കുകയാണ്. വൈസ്രോയുടെ കൊട്ടാരത്തിലാണ് ഡൽഹിയിലിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് തുല്യമായ ഭരണമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ജനാധിപത്യം വികസിക്കാത്തത്. അല്ല, ജനാധിപത്യം 70 വർഷമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കും. ഒരാൾ തുടങ്ങിയിട്ടില്ല, അതിന് ഒരു സംവിധാനവും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള മാറ്റങ്ങളിനകത്ത് പുത്തൻ മനുഷ്യബോധവും പൗരബോധം എന്ന് പറയുന്നത് സംസ്കാരമായി, ജനാധിപത്യ സംസ്കാരമായി മനസ്സിലാക്കി അത് വെച്ച് എല്ലാവരെയും അളന്ന പ്രോക്രട്ടേഴ്സിൻ്റെ കട്ടിലെന്ന് പറയുന്ന പോലെ ആർക്കും അത് കിടന്നാൽ കാല് ഓർത്ത് കിടക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്ന പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉൽപ്പാദിപ്പിക്കാവുന്ന, ഇന്ന് ഇൻ്റർനെറ്റൊക്കെ വന്നിരിക്കുന്ന ഈ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിലുള്ള നിയമസഭകളോ ലോക്സഭയോ ഒന്നും ആവശ്യമില്ല എന്നറിയണം. എല്ലാം നമുക്ക് ആളുകളുമായി കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഫോണുള്ളത് കൊണ്ട് തന്നെ റെഫറൻഡം എടുക്കാൻ പറ്റും. ഒരു ബില്ല് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കിയാൽ, കാരണം എല്ലാ എക്സ്പെർട്ട് നോളജും പൗരർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു എക്സ്പെർട്ടായ ആളുകളെ കൊണ്ട് ഒരു ബില്ലുണ്ടാക്കിയാൽ ആ ബില്ല് എല്ലാവർക്കും അനുഗുണമാണോ അതിനെ പറ്റിയുള്ള ചർച്ച ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനെറ്റുള്ള കാലത്താണ് നമുക്ക് ജനാധിപത്യം വളരെ നന്നായി ചെയ്യാൻ പറ്റും. എല്ലാവരോടും അഭിപ്രായം ചോദിക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇൻഫോംഡ് കൺസെൻറ്റ് തരുന്നതിനെയാണ് ജനാധിപത്യം. അറിവോടെ ഈ അനുവാദം കൊടുക്കുമ്പോൾ എനിക്ക് അപകടം വരാം, നഷ്ടം വരാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ലോകത്ത് എല്ലാവർക്കും അനുഗുണമായ ഒരു തീരുമാനവും സാധ്യമല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് അനസ്തേഷ്യ തരേണ്ടി വരും. അനസ്തേഷ്യ എന്ന് പറയുന്നതിനകത്ത് ഭയങ്കര റിസ്ക് ഉണ്ട്. എന്നേക്കുമായി ഉറങ്ങിപ്പോകാം, ഉണരാനേ കഴിയാതെ കോമായി പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. പക്ഷേ അതിന് പകരം അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന അനുഭവിച്ച ഓപ്പറേഷൻ സഹിക്കാനാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വരായികളെ പറ്റിയുള്ള അറിവ് കൊടുത്ത് അവരുടെ സമ്മതിപത്രം ഒപ്പിട്ടുമായി അതിനെപ്പറ്റിയുള്ള അറിവ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇൻഫോംഡ് കൺസെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ കൺസെൻറ്റ് മേടിച്ചാൽ പോരെ, അതാണിപ്പോൾ ചെയ്യുന്നത്. എഴുതി വച്ചിരിക്കുന്ന ഒന്നും വായിക്കാൻ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ഒപ്പിട്ടിങ് തരിക ചെയ്യുന്നത്. പക്ഷേ വരായികളെ പറ്റിയുള്ള അറിവ് കിട്ടി തിരഞ്ഞെടുത്ത് ഞാൻ ഈ റിസ്കിന് വിധേയമാകാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഇൻഫോംഡ് കൺസെൻ്റ് ഉണ്ടാക്കുന്നതാണ് പൗരൻ. അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നു.
റോഡിൻ്റെ സൈഡിൽ നിന്ന് ഈ എൻ്റെ വീട് മാറ്റുന്നത് എല്ലാവർക്കും വേണ്ടി കാറിന് ഓടിക്കാനായിട്ട് റോഡിന് വീതി കൂട്ടാറുണ്ട്. എൻ്റെ വീട് നഷ്ടപ്പെടുത്തി ഞാൻ ചെയ്യുമ്പോൾ പക്ഷേ എല്ലാവർക്കും ഗുണപ്രദമായതുകൊണ്ട് എനിക്ക് നഷ്ടം വരും. എനിക്ക് നഷ്ടം വരുന്നതിന് കോമ്പൻസേഷൻ തന്നിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അതേപോലെ എത്ര കോമ്പൻസേഷൻ തന്നാലും ആ ജംഗ്ഷനിൽ ഉണ്ടായിരിക്കുന്ന കട കൊടുക്കാൻ കഴിയാതിരിക്കുന്നതുകൊണ്ട് നഷ്ടം ഉണ്ടാകും. പക്ഷെ പൊതു നന്മയ്ക്ക് വേണ്ടി ഞാൻ നഷ്ടപ്പെടുകയാണെന്നും എന്നെ അതിനുവേണ്ടി നിങ്ങൾ പരിഗണിക്കണം എന്ന് പറയുന്ന സാമൂഹിക അംഗീകാരം അവർക്ക് കൊടുക്കണം. അവർക്ക് ബാക്കിയുള്ള പല കാര്യത്തിനകത്തും പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് ബാധ്യത വരും. ഇങ്ങനെയൊക്കെയാണ് ഈ നീതി ഉറപ്പാക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് പേര് മഹാമോശമായി പെരുമാറുന്നു എന്ന് പറയുകയല്ല. ജനാധിപത്യ സംസ്കാരത്തിൻ്റെ അളവുകോല് വെച്ച് ഈ നാട്ടിലെ ആരെ അളന്നാലും അവരെല്ലാവരും കുറവുള്ളവരായിട്ട് കാണും. നമ്മളെ അളക്കാതിരിക്കുന്നതുകൊണ്ടാണ്, അളവുകാരെ സ്വയം അളക്കുന്നില്ലല്ലോ, അത് കാരണം കൊണ്ട് നമ്മളെല്ലാം എന്നും നല്ല ആൾക്കാരാണ്, ബാക്കിയുള്ളവരെല്ലാം മോശം. അതുകൊണ്ട് സ്വയം അളക്കാനും മറ്റുള്ളവരെ അളക്കാനുമുള്ള പുത്തൻ അളവുകോലുകൾ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായോ, അതിൻ്റെ പ്രോഡക്റ്റായ മനുഷ്യരുണ്ടായോ എന്ന് ചോദിക്കുന്ന ചോദ്യവും കൂടെ ചോദിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് കാലം കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്, 2, 3 തലമുറ കൊണ്ട് ചെയ്തെടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കി ചെയ്യേണ്ടതാണെന്ന് അറിയേണ്ടത്. ഈ അറിവിൻ്റെ അഭാവത്തിൽ ആളുകൾ പരസ്പരം അളക്കാൻ മാത്രമാണ് ജനാധിപത്യ മൂല്യങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന നിലവാരത്തിൽ കുറച്ച് ആൾക്കാർ മാത്രം മോശപ്പെട്ടവരും ബാക്കിയുള്ളവരെല്ലാം നല്ല നന്മയുള്ളവരുമായിട്ട് മാറുന്നത്. ഞാൻ ഈ പറയുന്നതിന് ചവിട്ടി വന്ന് ഇനിയും ഇതുപോലത്തെ അസംബന്ധം പിടിച്ച കമൻറ്റുകൾ ആളുകൾ ഇടും. ആ ഇടിക്കുന്നവനെല്ലാം ഈ വീട്ടിനകത്തു നിന്ന് മേല് കീഴുള്ളവന്മാരുടെ ബോധത്തിൽ നിന്നാണ് ആ വരികൾ മുഴുവൻ വരുന്നതെന്ന് നമ്മളറിയണം. വേറൊരു വഴി അതിനകത്ത്